ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ നാട് കലയ്ക്കും സാഹിത്യത്തിനും നൽകിയതുപോലുള്ള വലിയൊരു സംഭാവന മറ്റ് ഒരു നാടും നൽകി കാണില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ കലയും സാഹിത്യവും നമ്മുടെ നാടിനെ നവോത്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിൽ നൽകിയ സംഭാവനകളും ഒരുപാട് വലുതാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് സിനിമയെക്കുറിച്ചുമാണ്. സിനിമയെക്കുറിച്ചാണല്ലോ ഇപ്പോൾ മലയാളം ആകെ ചർച്ച ചെയ്യപ്പെടുന്നത്. സിനിമാ മേഖലയിലുള്ളവർ എല്ലാവരും നോട്ടപ്പുള്ളികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ സിനിമാ നടന്മാരും നടികളും അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ള കലാകാരന്മാർ ഒരുപാട് പേരുദൂഷ്യങ്ങൾ വരുത്തി വയ്ക്കുന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയവുമായി സംസാരിക്കുമ്പോൾ സിനിമാ ലോകം എന്ന് മാത്രമല്ല എല്ലാ ലോകത്തും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. എന്നാൽ അരങ്ങത്ത് നിന്ന് അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് സ്ത്രീകൾ അരങ്ങത്തേക്ക് എത്തിയപ്പോൾ സ്ത്രീകളിലുള്ള പ്രതിരോധവും പ്രതികരണ ശേഷിയും ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അത് എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ മാത്രം പ്രതിരോധ രംഗത്ത് സ്ത്രീകൾ പിന്നോട്ട് പോയത് എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ശരിക്കും എവിടെയാണ് പ്രതിരോധം തീർക്കേണ്ടത്? അപ്പോൾ അടുത്തിടെ പലരുടെയും ചില അഭിപ്രായക്കുറിപ്പുകളും കമന്റുകളും ഒക്കെ കേൾക്കാനിടയായി. ഒരാൾ പറയുന്നു, 500 രൂപയ്ക്ക് പാലത്തിനടിയിൽ ഉടുതുണി ഉരിഞ്ഞാൽ അവർക്ക് പറയുന്ന പേരല്ല, സിനിമയിൽ ഉടുതുണി ഉരിഞ്ഞാൽ അവർക്ക് പറയുന്ന പേര് എന്നൊക്കെ ഞാൻ പൂർണ്ണമായും അതിനെ വിശദീകരിക്കുന്നില്ല. ഇത്തരത്തിലാണ് കമന്റുകൾ വരുന്നത്. നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലോകത്ത് എവിടെയാണെങ്കിലും പരസ്യത്തിന് സ്ത്രീകളുടെ നഗ്നതയെയാണ് ഉപയോഗിക്കുന്നത്. ആണുങ്ങളുടെ നഗ്നതയെ അത്രമാത്രം ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? എവിടെയും സ്ത്രീ ശരിക്കും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നഗ്ന യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാതെ തരമില്ല. എന്നാൽ ഈ കാര്യത്തിൽ കേരളം ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന പുതിയ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത്തരമൊരു കമ്മിറ്റിയെ വയ്ക്കുന്നതിനും ഇത്തരമൊരു റിപ്പോർട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നതിനും ഇടവന്നതിന് കാരണം കേരളത്തിൻ്റെ പ്രത്യേക പൈതൃകവും കേരളത്തിൻ്റെ സംസ്കാരവുമാണ്, കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളുടെ ആർജവമാണ് കാണിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. എന്നാലും അതിൽ ഒരു പൂർത്തീകരണം വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇരകൾ അല്ലെങ്കിൽ ഇരകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരോ ഇരകളെ പ്രതിരോധിക്കുന്നവരോ ആരുമാകട്ടെ, തുറന്നു പറച്ചിലിൽ കാര്യങ്ങളില്ലേ. ഒരാളോട് എന്തു വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം. തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുന്നതും ശരിയല്ല. അത് കോടതിയുടെ ഭാഷയാണ്. പക്ഷേ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഒരാൾ പരസ്യമായി തർപ്പിച്ചു പറയുന്നു, ഇന്നയാൾ ഇന്ന കുറ്റം ചെയ്തിട്ടുണ്ട്, ഞാൻ അനുഭവസ്ഥനാണ് അല്ലെങ്കിൽ അനുഭവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് സ്വമേധയാ മാറി നിൽക്കാൻ നിർബന്ധിതനാകേണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ നിർബന്ധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യർ എല്ലാവരും സ്വാർത്ഥമോഹികളാണ് എന്ന് ഞാൻ പറയുന്നില്ല. വളരെ കുറച്ചു പേർ മാത്രമാണ് സ്വാർത്ഥമോഹികളല്ലാത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇല്ലാത്തവർ സമൂഹത്തിൽ ഉണ്ടാകില്ല. ആഗ്രഹങ്ങളില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഏതു വിധേനയും എനിക്ക് എൻ്റെ കാര്യം നടത്തണം, ഞാൻ നടത്തിയിരിക്കും, അതിന് ഇന്ന സംഘങ്ങൾ എൻ്റെ പിന്നിലുണ്ട് എന്ന്
പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന തരത്തിൽ ചില പ്രവണതകൾ സമൂഹത്തിലെമ്പാടും അല്ലെങ്കിൽ സിനിമാ രംഗത്തുമൊക്കെ കാണുന്നു. എല്ലാ മേഖലകളിലും ഇത് പ്രകടമാകുന്നുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സിനിമയായതുകൊണ്ട് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഒരു സിനിമാ നടൻ സമൂഹത്തിൽ സിനിമാ നടൻ ഉണ്ടാക്കി വയ്ക്കുന്ന അവൻ്റെ അംഗീകാരം എവിടെ നിന്നാണ് കിട്ടുന്നത്? ആരാണ് അവന് ഈ അംഗീകാരം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു സിനിമാ നടിക്ക് അംഗീകാരം കൊടുക്കുന്നത്? ഇന്ന് ഒരു സിനിമാ നടനെ മാത്രമല്ല, ഒരു സിനിമാ നടിയെ മാത്രമല്ല, അവരൊന്നും അല്ല ഇന്നത്തെ അംഗീകാരം. ഇന്ന് ഏറ്റവും കൂടുതൽ കാശുള്ള സിനിമാ നടനോ നടിയോ ഏത് വാഹനമാണ് വാങ്ങുന്നത്, ആ വണ്ടിയുടെ പേരിലാണ് ഇന്ന് അവർ അറിയപ്പെടുന്നത്. അത്തരത്തിലേക്ക് കലാരംഗത്തെ മാറ്റിമറിക്കാൻ, സാംസ്കാരിക രംഗത്തെ മാറ്റിമറിക്കാൻ, സമ്പത്തിന് മേൽക്കൈ കൊടുത്ത് ഏത് വിധേനയും സമ്പത്ത് വാരിക്കൂട്ടുന്ന പ്രവണതയിലേക്ക് എല്ലാ കലാകാരന്മാരും മാറി എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചു പേരെങ്കിലും മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ കാണികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ നൽകുന്ന അംഗീകാരമാണ് ഈ കലാകാരന്മാർക്ക് വളർന്നു വരാനുള്ള ഉത്തേജനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടവർ ആ സ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും അതുപോലെ അനുഭവം പങ്കുവയ്ക്കാൻ, ആ പീഡനത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകൾക്കോ ഇരയായിട്ടുള്ളവർ തുറന്നു പറയാൻ മനസ്സ് കാണിക്കണമെന്നുമാണ് എനിക്ക് പറയുവാനുള്ളത്. പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പോലീസിൽ ക്രിമിനൽ സ്വഭാവത്തെ പറ്റിയുള്ള പരാതികൾ കൊടുക്കണം. ആ തരത്തിലുള്ള പരാതികൾ തുറന്നു പറയാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അവരോട് പറയുവാനുള്ളത്. എല്ലാ കലാകാരന്മാരും മോശക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എല്ലാ മേഖലകളിലും പക്ഷേ ഇത്തരം പ്രവണതകൾ നടക്കുന്നുണ്ട്. അത് പുറമേക്ക് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് യാഥാർത്ഥ്യം. എന്നാൽ പണ്ടത്തേതിൽ ഭിന്നമായി ഇപ്പോൾ കുറച്ചു പേരെങ്കിലും തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധമാകുന്നു എന്നുള്ളത് വലിയൊരു പുരോഗതിയാണ് കാണിക്കുന്നത്. തന്നെയുമല്ല, സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിൽ നിന്ന് ഇത്തരം പ്രവണതകൾക്ക് ശക്തമായ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനവും നമുക്ക് ആശാവഹമാണ്. എന്തു വന്നാലും നമ്മുടെ മലയാള നാട് ഇത്തരത്തിലുള്ള മൂല്യച്യുതിയിലേക്ക് തഴയപ്പെടാതെ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ മലയാളത്തിൻ്റെ ഐക്യവും എല്ലാം പല മേഖലകളിലും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങളും മറ്റുമൊക്കെയായി നമ്മൾ ഒരുപാട് വേദനകളും യാതനകളും അനുഭവിക്കുന്ന വലിയൊരു സമൂഹം എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അത്ര നിലയിലേക്ക് നമ്മൾ ഒന്നിച്ച് കൂട്ടായി നിന്ന് പോരാടുന്ന സമയത്ത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അല്ലെങ്കിൽ പീഡിതനും പീഡിപ്പിക്കപ്പെട്ടവരും തമ്മിലുള്ള പോരാട്ടം ഒന്നുമായി എടുക്കാതെ ഈ കാര്യത്തിലേക്ക് നേരായ വഴിയിലൂടെ സർക്കാരും അതുപോലെ ഈ അനുഭവ വിധേയരായവർ തുറന്നു പറയാനും സന്നദ്ധരായി ഈ കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമുണ്ടാക്കി നമ്മുടെ മലയാള നാടിൻ്റെ കീർത്തി എക്കാലവും നിലനിർത്തണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു മലയാളി എന്ന നിലയിൽ എൻ്റെ ഒരു അപേക്ഷ മാത്രമായി ഈ വീഡിയോയിലൂടെ ഇത് അനുഭവിച്ചവരെങ്കിലും കേൾക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. എന്നെ കേട്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഗുഡ് ബൈ.